റഹ്മാനിർ റഹീം. ശുറൂത്തുസ് സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ലിസ്വലാത്തി, നിസ്കാരത്തിനിക്കുണ്ട്. ശുറൂത്തുൻ, ചില ഷർത്തുകൾ ഉണ്ട്. വ അർക്കാനുൻ, ചില റുക്നുകളും ഉണ്ട്. നിസ്കാരത്തിനിക്ക് ചില ഷർത്തുകളും ചില ഫറലുകളും ഉണ്ട്. ലാ തസ്ഹു, സ്വഹീഹ് ആവുകയില്ല. ഇസ്ലാമിക നിയമപ്രകാരം ശരിയാവുകയില്ല. അസ്വലാത്തു, നിസ്കാരം ശരിയാവുകയില്ല. ബിദൂനിഹ, ആ ഷർത്തുകളും റുക്നുകളും ഇല്ലാതെ. ലാ തസിഹു സ്വലാത്തു, നിസ്കാരം സ്വഹീഹ് ആവുകയില്ല, ശരിയാവുകയില്ല. ബിദൂനിഹ, അവകളില്ലാതെ, ഷർത്തുകളും ഫർളുകളും ഇല്ലാതെ നിസ്കാരം സ്വഹീഹാവൂല. അപ്പൊ അതിലൊരു ചർച്ച. വശർത്തു ശൈഇ, ഒരു വസ്തുവിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ, വ റുക്നുഹു, ആ വസ്തുവിൻ്റെ റുക്ന് എന്ന് പറഞ്ഞാലും. ഇത് ഷർത്തു ഷൈഇ, ഒരു വസ്തുവിൻ്റെ ഷർത്ത്, അതുപോലെ റുക്നുഹു, ആ വസ്തുവിൻ്റെ റുക്ന്, കിലാഹുമ, അവ രണ്ടും, മാ, ഒന്നാണ്. ഷർത്ത് എന്ന് പറഞ്ഞാലും റുക്ന് എന്ന് പറഞ്ഞാലും ഒന്നാണ്, ഒരു കാര്യമാണ്. യതവഖഫു അലൈഹി, ആ ഒന്നിൻ്റെ മേൽ സംഭവിക്കും, ആ ഒന്നിൻ്റെ മേൽ സംഭവിക്കും. വുജൂദുഹു, ആ വസ്തു ഉണ്ടാകൽ. ശർഅൻ, മതപരമായി. മതപരമായി ഒരു വസ്തു ഉണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതിനേക്കാണ് ഷർത്ത്, ഫർള് എന്നൊക്കെ പറയാം. ഒന്നുകൂടി പറയാം. ഇപ്പം ഷർത്തു ഷൈഇ, ഒരു കാര്യത്തിൻ്റെ ഷർത്ത്, റുക്നുഹു, ആ കാര്യത്തിൻ്റെ റുക്നും, കിലാഹുമ, അവ രണ്ടും, മാ, ഒരു കാര്യമാണ്. യതവഖഫു അലൈഹി, ആ ഒന്നിൻ്റെ മേൽ സംഭവിക്കും. വുജൂദുഹു, ആ ഒരു വസ്തു ഉണ്ടാകൽ. ശർഅൻ, മതപരമായി. അപ്പോൾ ഇസ്ലാമിക മതത്തിൽ നിസ്കാരം എന്ന് പറയുന്ന കാര്യം ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമോ അതാണ് നിസ്കാരത്തിൻ്റെ ഷർത്തും നിസ്കാരത്തിൻ്റെ ഫർളും. മനസ്സിലാണ്? ഇസ്ലാം മതത്തിൽ നിസ്കാരമായിട്ട് പരിഗണിക്കണമെങ്കിൽ, മുസ്ലിമീങ്ങളുടെ ഒരു ആരാധനയാകുന്ന നിസ്കാരം എന്ന രൂപത്തിൽ സംഭവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടോ അതിനേക്കാണ് ഷർത്ത് എന്നും റുക്ന് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ലാക്കിനിൽ അവ്വലു, ഒന്നാമത്തത്. പക്ഷേ ഒന്നാമത്തത്, അതായത് ഏത് ഷർത്ത് എന്ന് പറഞ്ഞാൽ ലൈസ മിൻ അജ്സാഇഹി, അത് അതിൻ്റെ പാർട്ടുകളിൽ പെട്ടതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ബിരിയാണി പറഞ്ഞ പോലെ ബിരിയാണിയുടെ പാർട്ടിൽ പെട്ടതല്ല വെള്ളം, അതുപോലെ പാത്രം, തീയ്, വിറക്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും ബിരിയാണി ഉണ്ടാവില്ല. അതിൻ്റെ ജുസുകളിൽ പെട്ടതല്ല. വസാനി, രണ്ടാമത്തത് മിൻ അജ്സാഇഹി, അതിൻ്റെ ജുസുകളിൽ പെട്ടതാണ് താനും. അരി, അതുപോലെ നെയ്യ്, മാംസം തുടങ്ങിയ വസ്തുക്കളൊക്കെ ബിരിയാണിയിൽ പെട്ടതാണല്ലോ. അതേപോലെ രണ്ടാമത്തെ ഫർള് എന്ന് പറഞ്ഞാൽ അത് ആ വസ്തുവിൻ്റെ പാർട്സിൽ പെട്ടതാണ്. ഇതാണ് വ്യത്യാസം. എന്നാൽ ഈ പാർട്സിൽ പെട്ടതും വേണം പെടാത്തതും വേണം. മതപരമായിട്ട് ആ സംഗതി ഉണ്ടായി എന്നറിയണമെങ്കിൽ, നിസ്കാരം മതപരമായിട്ട് സംഭവിച്ചു എന്ന് പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായും ഇത് രണ്ടും വേണം. പക്ഷേ ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിൻ്റെ പാർട്ടിൽ പെട്ടതല്ല. ഫർള് എന്ന് പറഞ്ഞാൽ, റുക്ന് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിൻ്റെ പാർട്ടിൽ പെട്ടതാണ്. നോക്ക്, വശുറൂത്തുഹു,
വശുറൂത്തു സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഹംസത്തുൻ, അഞ്ചെണ്ണമാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാണ്. അഹദുഹ, ഒന്നാമത്തത് അത്തഹാറത്തു അനിൽ ഹദഫി, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. ഒന്നാമത്തത് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. സാനീഹ, രണ്ടാമത്തത് ത്വഹാറത്തുൽ ബദനി, ശരീരം ശുദ്ധിയാവുക. വൽ മൽബൂസി, വസ്ത്രം ശുദ്ധിയാവുക. വൽ മക്കാനി, സ്ഥലവും ശുദ്ധിയാവുക. അനിൻ നജസി, നജസിൽ നിന്നും. നജസിൽ നിന്നും, മാലിന്യത്തിൽ നിന്നും സ്ഥലവും വസ്ത്രവും ശരീരവും ശുദ്ധിയാവുക. തിരിഞ്ഞ അപ്പോൾ ഫലാ തസിഹു സ്വലാത്തു, നിസ്കാരം സ്വഹീഹ് ആവുകയില്ല. മഅ നജസിൻ, മാലിന്യത്തോടുകൂടെ. ഗൈരി മഅഫുവിൻ അൻഹു, വിട്ടുവീഴ്ച ചെയ്യാത്ത നജസ് കേട്ടോ. വിട്ടുവീഴ്ച ചെയ്യുന്ന നജസുണ്ട്. നിസ്കാരത്തിൽ ചില ഇളവുകൾ നൽകപ്പെടുന്ന നജസുണ്ട്. അപ്പോൾ ഇളവുകൾ നൽകപ്പെടാത്ത നജസിനോട് കൂടെ നിസ്കാരം സ്വഹീഹ് ആവുകയില്ല. വലൗ നാസിയൻ, അത് മറന്നാലും ശരി. ഔ ജാഹിലൻ, അറിവില്ലെങ്കിലും ശരി. അറിവില്ലെങ്കിലും മറന്നാലും വിട്ടുവീഴ്ച ചെയ്യാത്ത നജസിനോട് കൂടെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹ് അല്ല. ഓക്കെ അല്ലേ? പറയും നജസിനെ കുറിച്ച് പറയും. സാലിസുഹ, മൂന്നാമത്തത് സത്തുറുൽ ഔറത്തി, ഔറത്ത് മറക്കുക. മൂന്നാമത്തത് ഔറത്ത് മറക്കുക. ഇതൊക്കെ വിശദീകരിക്കും, ഓരോന്നും വിശദീകരിക്കും. ഇപ്പം നമ്മൾ മൊത്തം 5 പോയിന്റുകൾ പറയാം. നാലാമത്തത് മഅരിഫത്തു ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചുവെന്ന് അറിയുക. സമയമായെന്ന് അറിയുക. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ അറിയാം. സമയമായെന്ന് അറിയുക. അപ്പോൾ അത് ചെറിയൊരു വിശദീകരണം. ഫമൻ, അപ്പോൾ ഒരു വ്യക്തി, സല്ല, അവൻ നിസ്കരിച്ചു, ബിഗൈരി മഅരിഫത്തിഹി, നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയാതെ. നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയാതെ നിസ്കരിച്ചു. യഖീനൻ, ഉറപ്പായിട്ടും അവൻ അറിയില്ല. ഔ വന്നൻ, അല്ലെങ്കിൽ മികച്ച ഭാവനയുമില്ല. സമയമായി എന്ന് അവൻ അറിയില്ല, അവനാണ് നിസ്കരിച്ച്. എന്നാൽ ലം തസിഹ സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സ്വഹീഹാവുകയില്ല. നിസ്കാരം എന്താവില്ല? സ്വഹീഹ് ആവുകയില്ല, ശരിയാവൂല. വഇൻ വഖഅത് ഫിൽ വഖ്തി, ആ നിസ്കാരം സമയത്താണ് സംഭവിച്ചത് എങ്കിലും ശരിയാവില്ല. സമയത്ത് തന്നെയാണ് ആ നിസ്കാരം സംഭവിച്ചത് എന്നാലും ശരിയാവില്ല. കാരണം ഓന് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അതറിയില്ല. നിസ്കരിക്കുന്നതിന് മുമ്പ് എന്തെന്നില്ല, നിസ്കാരത്തിന്റെ ഷർത്ത് നഷ്ടപ്പെട്ടു. സമയമായിട്ടേ നിസ്കരിക്കാവൂ. അപ്പൊ നോക്കുമ്പോ എന്തുണ്ട്, ആ സംഗതി സമയത്ത് തന്നെ ചെയ്തിക്കണ്, എന്നാലും കാര്യമില്ല, നിസ്കാരം ശരിയാവില്ല. കാരണം അവിടെ ഷർത്ത് നഷ്ടപ്പെട്ടു. അപ്പോ നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് ഉറപ്പ് കിട്ടണം, അല്ലെങ്കിൽ മികച്ച ഭാവന കിട്ടണം. ഇനി അത് രണ്ടുമില്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ, നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ സമയത്ത് തന്നെ നിസ്കരിച്ചിക്കണ്, ഉറപ്പായി, പിന്നെ ഉറപ്പായി ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ നിസ്കരിച്ച സമയത്താണ്, എന്നാലും ശരിയാവില്ല, നിസ്കാരം മടക്കി നിസ്കരിക്കണം. കൺഫ്യൂഷൻ പാടില്ല. എന്നെ പറഞ്ഞ ഒന്നിരിക്കും ഉറപ്പ് കിട്ടണം, അല്ലെങ്കിൽ മികച്ച ഭാവന, ഒരു 80-90%
ഒരു ഇത് വേണം. ആ ശരിയാവും. ഉറപ്പിൽ നിസ്കരിച്ചു പിന്നെ അത് എന്താണ് ഭക്തിയിൽ തന്നെ നടന്നുകൊണ്ടെങ്കിൽ ശരിയാവും. ഭക്തിയിലല്ലെങ്കിൽ പിന്നെ ഉറപ്പായില്ലേ എന്ത് ആദ്യത്തത് എന്തല്ല ശരിയല്ല അപ്പൊ പിന്നെ നടക്കണം. അത് അപ്പൊ നമ്മുടെ എന്ത് ചെയ്യണം, മികച്ച ഭാവനയാണ് അതിൽ പരിഗണിക്കുന്നത്. നമുക്ക് എന്താണോ ഉറപ്പുണ്ടോ നിസ്കാരം ശരിയാവും. ഹാമിസുഹ അഞ്ചാമത്തത് ഇസ്തിഖ്ബാലുൽ ഖിബിലത്തി, ഖിബിലക്ക് മുന്നിടണം, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. ഏതിലൊഴികെ? ഇല്ലാ ഫി സ്വലാത്തി, നിസ്കാരത്തിൽ ഒഴികെ. എങ്ങനത്തെ നിസ്കാരം? ശിദ്ദത്തിൽ ഖൗഫി, ഭയം കഠിനമായ നിസ്കാരത്തിൽ ഒഴികെ, പേടി കഠിനമായ നിസ്കാരത്തിൽ ഒഴികെ. വനഫിലി സഫരിൻ മുബാഹിൻ, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഒഴികെ. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരം, അതുപോലെ പേടി കഠിനമായ നിസ്കാരം, ഇവകളിൽ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ നിസ്കാരങ്ങളിലും ഖിബിലക്ക് തിരിയൽ ഷർത്താണ്. ആ